കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷം നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിന് ശേഷമുള്ള വേദഭാഗങ്ങൾ വായിച്ചിരുന്നു. 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നോക്കണേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതായ അതേ ഭാഗം തന്നെ. റോമാലേഖനം 8:30 ദൈവം നമ്മെ നീതീകരിക്കുന്നതായ ദൈവമാണ്. മനുഷ്യന്റെ മുമ്പാകെ നമ്മൾ എത്രത്തോളം അക്യൂസ്ഡായി മാറിയാലും, എത്രത്തോളം നമ്മൾ തെറ്റുകാരായി ചിത്രീകരിക്കപ്പെട്ടാലും, ദൈവത്തിന് മുമ്പാകെ ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്തതായ ആ ശിക്ഷ, അല്ലെങ്കിൽ താൻ സഹിക്കേണ്ടതായ ശിക്ഷ യേശുക്രിസ്തു ഏറ്റത് നിമിത്തം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്താലുള്ള ആ നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മെ ആർക്കും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളതായ ആ വലിയ സത്യമാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യമാണ്. അവിടെ അപ്പോസ്തലൻ പൗലോസ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളോട് ചോദിക്കുന്നു: ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആരുമല്ല എന്നുള്ളതായ ഒരു ചിന്ത നമുക്ക് വേണ്ട. നമ്മെ എല്ലാവരും കൈവിട്ടാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, കർത്താവ് യേശുക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുന്ന ഒരാൾ പോലും തള്ളപ്പെടുകയില്ല എന്നുള്ളതായ വലിയ ഒരു പ്രഖ്യാപനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമകാലത്ത് സങ്കേതങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഒരാള് ഒരു കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ഓടുകയാണ്. അങ്ങനെ ഓടി അദ്ദേഹത്തിന് രക്ഷ പ്രാപിപ്പാൻ, അതിനർത്ഥം പെട്ടെന്ന് ഉണ്ടാകുന്ന ആളുകളുടെ കോപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ചില സങ്കേത നഗരങ്ങൾ പണിതിരുന്നു. ആ സങ്കേത നഗരങ്ങളിലേക്ക് ചെന്ന് അവൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അവിടെ ആ ഗോപുരത്തിങ്കൽ താൻ അഭയം പ്രാപിക്കും. അങ്ങനെ അഭയം പ്രാപിക്കുന്ന ഒരാളെ പോലും ആക്രമിക്കുവാൻ അന്ന് ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. പിന്നീട് കോടതി നടപടികൾ ഉണ്ടാകും. എന്നാൽ ആ സങ്കേത നഗരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഗോപുരങ്ങളിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കുന്ന ആളുകൾ സേഫായിട്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിനെയും ഒരു സങ്കേതമായി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവനെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ രക്ഷയ്ക്കുള്ളിൽ ആക്കും എന്നുള്ളതായ ആ വലിയ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് വേണ്ടി നൽകുന്നത്. ചില ആളുകൾ ഇങ്ങനെയുള്ള പഠിപ്പിക്കലോട് ചില വിസമ്മതങ്ങൾ പറയാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, അതിനർത്ഥം ആർക്കും തെറ്റ് ചെയ്യാം എന്നുള്ളതാണോ? അങ്ങനെയല്ല. തെറ്റുകൾക്കെതിരെ എന്നും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾ എതിരായി നിൽക്കും. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം തള്ളിക്കളയില്ല. മറിച്ച് സകല ലോകത്തിന്റെയും പാപത്തെ തന്റെ ചുമലിലേക്ക് ഏറ്റെടുത്തവനായ കർത്താവ് യേശുക്രിസ്തു ആ വ്യക്തികളെ വിടുവിക്കും എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 34-ാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നതായ ചോദ്യം: ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവനാണ് ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ശിക്ഷ വിധിക്കുന്നവനാണ് എന്നുള്ളത് ശരിയാണ്. അതേസമയം തന്നെ അവൻ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റവൻ കൂടിയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ശിക്ഷിക്കപ്പെടുകയില്ല. അവന്റെ മേലുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നതിലൂടെ ഏവർക്കും രക്ഷ പ്രാപിപ്പാൻ സാധിക്കും. അങ്ങനെ നമ്മെ രക്ഷിക്കുന്നവനായ കർത്താവ് യേശുക്രിസ്തു ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് യേശുക്രിസ്തു ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, യേശു ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഏതാണ്ട് 40 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു.
പക്ഷേ യേശു എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? യേശുവിന്റെ പ്രവൃത്തി എന്താണ്? ക്രിസ്തു എന്നവണ്ണം അല്ലെങ്കിൽ അഭിഷക്തൻ എന്നവണ്ണം യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാനിച്ചുവോ? അതോ അവൻ ഇനി രാജാവായിട്ട് മാത്രമാണ് വരിക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം തിരുവചനത്തിലൂടെയുള്ള മറുപടി ആണ് ഈ വാക്യം നമ്മെ വെളിപ്പെടുത്തുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തോടുകൂടെ മാത്രമേ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചതായ ആ പ്രവൃത്തി അവസാനിക്കുകയുള്ളൂ. അതാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ചിലർ ചിന്തിക്കാറുണ്ട്, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റോടുകൂടെ ക്രിസ്തുവിന്റെ പ്രവൃത്തി പൂർണ്ണമായി തീർന്നു. അല്ല, ക്രിസ്തുവിന്റെ പ്രവൃത്തി പൂർണ്ണമായിട്ടില്ല. ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത്. പക്ഷേ ആ രക്ഷണീയ പ്രവൃത്തിയിൽ യേശു ക്രിസ്തു ഇന്ന് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വാക്യം എന്താണ് സൂചിപ്പിക്കുന്നത്? പലരും ചിന്തിക്കാറുണ്ട്, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ദൈവമല്ലല്ലോ, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്നല്ല പറയുന്നത്. പക്ഷേ ദൈവമല്ല എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. മറിച്ച് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചതായ പ്രവൃത്തിയുടെ പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു എന്നുള്ളത് ഒരു റോമൻ പദപ്രയോഗമാണ്. പ്രത്യേകിച്ച് റോമൻ നീതിന്യായ വ്യവസ്ഥയിൽ ഉള്ളതായ ഒരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത്. റോമൻ കോടതികളിലെ ഒരു ജഡ്ജി ഒരു പ്രതിയെ വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ജഡ്ജിയുടെ 2 വശങ്ങളിലായിട്ട് 2 മറ്റ് ജഡ്ജിമാരിരിക്കും. അതിൽ ഇടത്ത് ഭാഗത്തിരിക്കുന്നതായ ജഡ്ജി ശിക്ഷിക്കാനുള്ള തെളിവുകൾ എഴുതുമ്പോൾ വലത്തുഭാഗത്തിരിക്കുന്ന ജഡ്ജി രക്ഷിക്കാനുള്ള തെളിവുകൾ എഴുതും. അങ്ങനെ ഈ പ്രതിയെ വിസ്തരിച്ചു കഴിയുമ്പോൾ ശിക്ഷിക്കാനുള്ള തെളിവുകൾ വായിക്കുവാൻ പ്രധാന ജഡ്ജി ആവശ്യപ്പെടുമ്പോൾ ആ ജഡ്ജി ശിക്ഷിക്കാനുള്ള തെളിവുകൾ താൻ വായിക്കും. എന്നാൽ വലതുഭാഗത്തിരിക്കുന്ന ആ ജഡ്ജി രക്ഷിക്കാനുള്ള തെളിവുകൾ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ഏതിനാണോ ആ ഒരു വിധിയായിരിക്കും ആ മനുഷ്യന് ലഭിക്കുക. ആ വിധി എന്ന് പറയുന്നത് ശിക്ഷിക്കാനുള്ളതിനേക്കാളും കൂടുതൽ രക്ഷിക്കാനുള്ള തെളിവുകളാണെങ്കിൽ ആ പ്രതി വിട്ടയക്കപ്പെടും. അവനിൽ നിന്നും കുറ്റങ്ങളെ എടുത്തു മാറ്റിക്കളഞ്ഞ് അവൻ സ്വതന്ത്രനായിട്ട് മാറും. അതേസമയം തന്നെ അവനെ ശിക്ഷിക്കാനുള്ള തെളിവുകളാണ് കൂടുതലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആരാണ്? നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കുവാനിരിക്കുന്നവനാണ്. നമ്മെ രക്ഷിക്കുവാൻ അവൻ അതുകൊണ്ട് ഉയരത്തിൽ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മെ ശിക്ഷിക്കുന്നതാരാ? അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. നമ്മളെ ആരാണ് ശിക്ഷിക്കുന്നത്? നമ്മെ ശിക്ഷിക്കുവാനും നമ്മെ രക്ഷിക്കുവാനും അനുവാദമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ ശിക്ഷിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവാണ്, രക്ഷിക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവാണ്. പക്ഷേ നമ്മെ ശിക്ഷയിലേക്ക് കൊണ്ടുപോയി നമ്മെ നശിപ്പിക്കുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പിശാച് എപ്പോഴും രാപ്പകലെന്നെ അവൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നമ്മെക്കുറിച്ച് അപവാദം പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നവനാണ്, നമ്മെ വിടുവിക്കുന്നവനാണ്. അതെ, ആ രക്ഷയുടെ പ്രവൃത്തി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ഉയരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്നതായ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നമ്മൾ പങ്കിടുന്നതായ ആകുലതകൾ, അതിന് ഒന്നിനും നമുക്ക് മറുപടി കിട്ടാതെ പോകുകയില്ല. അതെ, നമുക്ക് വേണ്ടി ആ ദൈവത്തിന്റെ കൃപ എന്നും വ്യാപരിക്കുന്നു. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ഈ വചനധ്യാനം മുഴുവനും നമ്മളുടെ ഇപ്രകാരമുള്ള ആത്മീക ജീവിതത്തിന്റെ ഔന്നത്യത്തിനു വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യേശു ഇന്ന് എന്ത് എനിക്ക് വേണ്ടി ചെയ്യുന്നു? അതേ, രാപ്പകലിനെ അവൻ എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത്
പക്ഷപാതം ചെയ്യുന്നു എന്നെ രക്ഷിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, എന്നെ സഹായിപ്പാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിന്നെ ശിക്ഷിച്ച് ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കുവാൻ പിശാച് ആവത് ശ്രമിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയിലൂടെ, നീ ദൈവസന്നിധിയിൽ ചെല്ലുന്നതിലൂടെ യേശുക്രിസ്തു നിനക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും നിന്നെ വിടുവിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശത്തിലുടനീളം കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്തു ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നീ സഹായിച്ചല്ലോ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. ദയവായി ഈ മെസ്സേജ്, ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അവരും ദൈവ അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.